അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ്, എറണാകുളം ജില്ലയിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈറ്റിൽ നമ്മൾ കിച്ചണിലേക്ക് വരേണ്ട, വളരെ മിനിമലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിച്ചണിലേക്ക് വരേണ്ട ഒരു സംഭവങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ കിച്ചൺ. മെയിൻ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വേറെ കിച്ചൺ ഉണ്ടാവും എന്നുള്ളത്. വേറെ കിച്ചൺ ഇല്ല. ഇവിടെ വരുന്നത് ഒരു വർക്ക് ഏരിയ ആണ് വരുന്നത്. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്തേക്ക് അധികം സ്ഥലമില്ല. അപ്പോൾ ഈ ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇതാണ് മെയിൻ കിച്ചൺ. പക്ഷെ വളരെ മിനിമലായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു കിച്ചൺ ചെയ്യുന്ന സമയത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇലക്ട്രിക്കൽ പോയിന്റ് എവിടെ വേണം, വാട്ടർ കണക്ഷൻ എവിടെ വേണം, വിൻഡോന്റെ പൊസിഷൻ, ഹൈറ്റ്, കാര്യങ്ങൾ, അതന്നെ ഹുഡ് ആൻഡ് ഹോബിന്റെ പൊസിഷൻ, ഹൈറ്റ്, കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്താനും ഒപ്പം ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ കിച്ചണിൽ നമുക്ക് മിനിമം എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. സാധാരണയായിട്ട് നമുക്ക് കിച്ചണിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഹൈറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് ഫിനിഷിംഗ് ലെവൽ 85 സെന്റിമീറ്റർ നമുക്ക് കണക്കൂടുന്നതാണെങ്കിൽ ഇവർക്ക് മാർക്ക് വരുന്ന ചെയ്തതാണ് ഈ ഒരു അളവ് 85. അത് 85 എന്ന് പറയുന്നത് ഇതിപ്പോൾ 90 ആണ് വെച്ചിട്ടുള്ളത്. 5 സെന്റിമീറ്റർ ഫ്ലോറിങ്ങിന്റെ അളവും കൂടി കുറച്ചിട്ട് ഇപ്പോൾ ടോട്ടൽ 90 ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആ ഒരു അളവിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് മിനിമം വേണ്ട സംഭവങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇങ്ങനെ എൽ ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ കബോർഡ് വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കോർണറിലായിട്ട് ഫ്രിഡ്ജ് കൂടി വരും. അപ്പോൾ ഇലക്ട്രിക്കലിന്റെ കണക്ഷൻ എന്തൊക്കെ വേണമെന്നുള്ളത് ആദ്യം പറയാം. അതിനുശേഷം പ്ലംബിംഗ്, പിന്നെ അതിനുശേഷം നമുക്ക് വിൻഡോയിലേക്ക് പോകാം. ഇലക്ട്രിക്കലിന്റെ കണക്ഷനിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് മിനിമം വേണ്ടത് ഒരു ഇൻഡക്ഷൻ കുക്കർ, അതല്ലെങ്കിൽ ഒരു മിക്സി, അതല്ലെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് കിച്ചണിൽ ആവശ്യമായ ഓരോ ഓവണോ കാര്യങ്ങളോ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റിയ, അതായത് വലിയ കിച്ചൺ എന്നുള്ള സ്ഥലങ്ങളിലല്ല ഞാൻ പറയുന്നത്. ഇത് ഇവിടെ ഈ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഈ ഒരു കിച്ചണ് മാത്രമേ ഒരു സൗകര്യമുള്ളൂ. പിന്നെ വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്തേക്ക് വളരെ ചെറിയൊരു വർക്ക് ഏരിയ ആണ് വരുന്നത്. ഏകദേശം ഒരു 1:20 മാത്രം വീതി, വളരെ ഇടുങ്ങിയിട്ടുള്ള ഒരു വർക്ക് ഏരിയ. അപ്പോൾ ഇതായിരിക്കും ഇവരെ മെയിൻ കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ സാധ്യത. അത് അത്യാവശ്യം കഴുകലും കുക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു ഭാഗമായിരിക്കും. അപ്പൊ ഇവിടെ വേണ്ട മിക്സി, കാര്യങ്ങൾ, ഓവണൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സോക്കറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കുക. ഇവിടെ ഇപ്പൊ വെച്ചിട്ടുള്ളത് ഒരു 6-ന്റെ ബോക്സ് വെച്ചിട്ടുള്ളത്, 2 സോക്കറ്റ് വെക്കാനുള്ള ഇതിലേക്ക് വന്ന് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഹൈറ്റ് വരുന്നത് 120 സെന്റിമീറ്റർ വരെയാണ് നമുക്ക് ഈ ഹൈറ്റ് വെക്കേണ്ടത്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 120 സെന്റിമീറ്റർ. കാരണം നമുക്ക് ഇവിടെ 90 പോയി കഴിഞ്ഞാൽ, 90 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനിഷിംഗിൽ 85 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വയർ ഇവിടെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം. നന്ന താഴെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ ഹോബ് വെക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഹുഡിന്റെ ഒരു സോക്കറ്റ് ഇവിടെ ഉണ്ട്. ഹുഡിന് വേണ്ടിയിട്ടുള്ളതിന്റെ സ്വിച്ച് ഇവിടെ വരുക. അപ്പൊ ആ സ്വിച്ചിൽ നിന്ന് ഈ ഹുഡ് ഓണാക്കാനും, പിന്നെ അതുപോലെ തന്നെ ഈ ഹോബിന്റെ ഇതുണ്ടാവില്ല, ഇഗ്നീഷൻ ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോക്കറ്റ് കൊടുത്തുള്ളത്. അത് നമ്മൾ ഈ 85 സെന്റിമീറ്റർ വരുന്നതിൽ നിന്നും കുറച്ചുകൂടി താഴെയാക്കി ചെയ്യുമോ, മാക്സിമം ഒരു 60 സെന്റിമീറ്റർ ആ ഒരു ലെവലിൽ ചെയ്താൽ മതിയോ. കാരണം നമുക്കിപ്പോൾ 85 സെന്റിമീറ്ററിന് സ്ലാബിന്റെ കനം പോവും, അടിയിൽ ബോർഡിന്റെ കനം പോവും. പിന്നെ അതുപോലെ തന്നെ ഈ ഹോബ് ഇറക്കി വെക്കുന്നതാണെങ്കിൽ അതിന്റെ കനം കൂടി കൂടുമ്പോൾ ഏകദേശം ഒരു 5-6 ഇഞ്ചോളം ഇവിടെ സ്പേസ് പോകും. പിന്നെ പ്ലഗിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഇറക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതിനകത്ത് കുറച്ചുകൂടി താഴ്ന്നു നിന്നാൽ നല്ലത്. ഏകദേശം ഒരു 60 സെന്റിമീറ്റർ ഈ ടോപ്പ് വരുന്ന രീതിയിൽ സെറ്റ് ആക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ വേണ്ടതാണ് നമുക്ക് ഫ്രിഡ്ജിന്റെ പോയിന്റ്. അതിലേക്ക് വരുന്ന സമയത്തേക്കും ഒരു 2 മോഡ്യൂൾ ബോക്സ് മാത്രം വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ സ്വിച്ച് ബോക്സ് മാത്രം വെച്ചാൽ മതിയാവും. സ്വിച്ച് നമുക്ക് പുറമേ ക്രമീകരിക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ആക്കേണ്ട ആവശ്യം വരാൻ വേണ്ടി പാടില്ല. ഇൻ കേസ് ഓഫ് ആക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഓഫ് ആക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ ഒരു സംഭവം ഒഴിവായി പോയിട്ടുണ്ട്. മിനിമലായിട്ടുള്ള എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഒരു സംഭവം ഒഴിവായി പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വാട്ടർ പ്യൂരിഫയറിന്റെ കണക്ഷൻ. വാട്ടർ പ്യൂരിഫയറിന്റെ കണക്ഷൻ വരുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ ഈ സിങ്കിന്റെ ഒരു പോർഷനിൽ അധികം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ 2 കണക്ഷൻ വരുന്നതുകൊണ്ട് ഒരു വാൾ മിക്സർ ടാപ്പിന്റെ പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അകലെ 25 സെന്റിമീറ്റർ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേകദേശം ഒരു 15 സെന്റിമീറ്റർ, ഇതേകദേശം ഒരു 40 സെന്റിമീറ്റർ, അങ്ങനെ ഏകദേശം പറയുന്നത് ആ ഒരു അളവിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ബെൻഡ് വരുന്നത് കൊണ്ട് തന്നെ, ബെൻഡ് വന്നിട്ട് സിങ്കിലേക്ക് കണക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലം അധികം യൂസ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കുന്നതാണെങ്കിൽ നമുക്ക് അതിൽ കൂടി തന്നെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്ന രീതിയിൽ വാട്ടർ പ്യൂരിഫയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി ചെയ്തൊരു വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ WPC കിച്ചൺ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള WPC കിച്ചണിന്റെ ഫുള്ളി ഓർഗനൈസ്ഡ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമ്പനയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ അതിന്റെ ലിങ്ക് ഒന്ന് ഐ ബട്ടണിൽ കൊടുക്കാം, ഒന്ന് പോയി കണ്ടു നോക്കാം. അതിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ആ വാട്ടർ പ്യൂരിഫയർ എങ്ങനെ പ്രവർത്തിപ്പിച്ചുള്ളത്. അതുപോലെ തന്നെ ഡബിൾ ടാപ്പാണ് കൊടുത്തുള്ളത്. വാട്ടർ പ്യൂരിഫയറിനായിട്ട് സെപ്പറേറ്റ് ടാപ്പ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുടിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ചെറിയൊരു ടാപ്പ് കൊടുക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ സിങ്കിന്റെ ടാപ്പ് ഈസി ആയിട്ട് ഉപയോഗിക്കാനും ആ വാട്ടർ പ്യൂരിഫയറിലേക്ക് വേണ്ട
ഇതും നമുക്ക് പമ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ കണക്ഷൻ എന്തായാലും വേണ്ടി വരും. അതായത് ടാങ്കിൽ നിന്ന് അതിലേക്ക് വരേണ്ട ഒരു ലൈൻ വേണ്ടി വരും. അപ്പൊ അത്രയാണ് നമുക്ക് ഇതിന്റെ താഴെ ചെയ്തേണ്ടത്. ഇവിടെ മിസ്സായി പോയ ഒരു സംഭവം അതാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ സ്വിച്ച് ബോർഡ് വരുന്നത് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്വിച്ച് ബോർഡിലാണ് മെയിനായിട്ട് ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്തേക്ക് ഫ്രിഡ്ജിന്റെ അതുപോലെ തന്നെ ഇത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു മൊബൈൽ ചാർജിങ്ങിനുള്ള ഒരു ഓപ്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്തേക്കുള്ള അവിടെ സ്വിച്ച് ബോർഡ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെയാണ് ഹുഡ് ആൻഡ് ഹോബിന്റെ സ്വിച്ചും ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടേക്ക് ഈ വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു തട്ടടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു വാർഡ്രോബ് പോലെ വലുതാക്കി ഇട്ടുന്ന ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോർ റൂമൊന്നും ഇല്ലാത്ത വീടാണ്. ഇവിടെയും ഒരു സോക്കറ്റിന്റെ റോഷൻ കൊടുത്തിട്ടുണ്ട്. 3 മോഡ്യൂളിന്റെ GI ബോക്സ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മിക്കവാറും കിച്ചണിൽ 3/4 ഡോർ നമ്മൾ സജസ്റ്റ് ചെയ്യലുണ്ട്. അതിൽപ്പെട്ട ഒരു ഡോറാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇപ്പം ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് ഒരാളൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു 3/4 എന്ന് പറയും. അതായത് 3/4 ഭാഗം ഈ ഒരു ഭാഗം, 1/4 ഭാഗം ഈ ഒരു ഭാഗം. ഇപ്പൊ കറക്റ്റ് 3/4 കാലം എന്നല്ല, ഒരു 60-40 എന്ന് പറയാം. നമുക്ക് 60-40 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിപ്പം 50-50യിലാണ് ഈ ഒരു ഭാഗം പകുതിയാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം വീട്ടിലേക്ക് പകൽ സമയത്തൊക്കെ പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ സംസാരിക്കാനും അതുപോലെ തന്നെ ഒന്ന് വീക്ഷിക്കാനും പറ്റുകയും ചെയ്യും. പട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളോ അകത്തേക്ക് കയറുന്നത് ഒഴിവാക്കാനും പറ്റും. അപ്പൊ ഇവിടെ ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും കൊടുത്ത് വലുതായിട്ട് വ്യാപിപ്പിക്കാനുള്ള സ്ഥലം ഇല്ലാത്ത വീടുകളിൽ, പിന്നെ അതുപോലെ തന്നെ ഈ ഡോറ് ശരിക്കും തുറന്നു വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഉപയോഗിക്കാം. ഇത് നേരെ തിരിച്ചാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കട്ടില ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അങ്ങനെ ആവുന്ന സമയത്തേക്ക് ഇവിടുത്തെ വാർഡ്രോബ് അല്ലെങ്കിൽ ഇവിടുത്തെ സിങ്ക്, ഇവിടെ വരുന്ന സംഭവങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ സാഹചര്യം അനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കിച്ചണിൽ ഇതിന്റെ ഹൈറ്റ് കൊടുത്തുള്ളത് 220 സെന്റിമീറ്റർ വരുന്ന രീതിയിലാണ് കൊടുത്തുള്ളത്. നോർമൽ ഹൈറ്റിനെക്കാട്ടി ഒരു 10 സെന്റിമീറ്റർ കൂടുതലാണ്. സാധാരണ 210 വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പായിട്ട് ഹുഡ് ആൻഡ് ഹോബിന്റെ ഈ ഒരു ടോപ്പ് കൊടുത്തുള്ളത് 216 സെന്റിമീറ്റർ വരുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഈ ഹുഡിന്റെ ഇതിന്റെ അകത്ത് തന്നെ പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അതിന്റെ പ്ലഗോ കാര്യങ്ങളൊന്നും പുറമേ നിന്ന് കാണാനുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കിച്ചണിൽ ഇതുപോലെ റിബൺ വിൻഡോ വെക്കുന്നതിന്റെ ആവശ്യകത. അപ്പോൾ ഈ റിബൺ വിൻഡോ ആകുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 110 സെന്റിമീറ്റർ ഫ്ലോറിന് ഹൈറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അത് കഴിയുമെങ്കിൽ ഈ സിങ്കിന്റെ സ്ഥലം ഒഴിവാക്കി ചെയ്യുന്നതാണുള്ളത്. കാരണം സിങ്ക് വരുന്ന ഒരു പോർഷനിൽ എന്തായാലും പ്ലേറ്റ് ഒക്കെ കഴുകിയിട്ട് ഓപ്പൺ ആയിട്ട് വെക്കാനുള്ള ഒരു സ്പേസ് കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ വെള്ളമൊക്കെ ഉറ്റിയിട്ട് ഇതിലേക്ക് ഈ വുഡ് ചെയ്യുന്നതെങ്കിൽ വുഡൊക്കെ കേടാവാനുള്ള സാധ്യതയുണ്ട്. അതല്ലാത്തൊരു സ്ഥലത്ത് ഇതിപ്പം വേറൊരു സ്ഥലം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഈ ഒരു ഭാഗം തന്നെ കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ വാസ്തു ഒന്നും നോക്കാത്ത വീടാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സിങ്ക് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ വാളിലുള്ള GTPT, അതായത് ഗ്ലാസ് ആൻഡ് പ്ലേറ്ററെ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ ഇവിടെ വരുന്ന ഒരു ഓപ്പൺ ഷെൽഫ് പോലെ കൊടുത്തിട്ട് താഴെ അത്യാവശ്യം എന്തെങ്കിലും പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ ഏതായാലും നിങ്ങൾക്ക് ഈ റിബൺ വിൻഡോ വെക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം നമുക്ക് താഴത്തെ ക്യാബിൻ ആക്കിയിട്ട് മുകളത്തിലെ കേബിളാക്കുമ്പോൾ ഇവിടുത്തെ വരെയുള്ള വലിയ വിൻഡോ ആണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് വരികയും അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഇതാവുന്ന സമയത്തേക്ക് മുകളിൽ അടിക്കുന്ന ആ ഒരു ക്യാബിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു പോകാൻ വേണ്ടി പറ്റും. ഫ്രിഡ്ജിന്റെ ടോപ്പിൽ വരുന്ന സമയത്തേക്ക് ചെറിയൊരു ഹൈറ്റ് ഇങ്ങനെ മാറ്റം വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരേ ഹൈറ്റിൽ ഒരു 60 സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ നമുക്ക് അതേ ഹൈറ്റിൽ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഈ റിബൺ വിൻഡോ വെക്കുന്നത് മാത്രം പോരാ, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു വിൻഡോ കൂടി അതിന്റെ നമ്മുടെ ഈ കബോർഡ് വരുന്നതിന്റെ ടോപ്പിലായിട്ട് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം വെളിച്ചം വരികയും ചെയ്യും. നമുക്ക് അത് വലിയ തലവേദന ഇല്ലാണ്ട് പോകും. എന്തായാലും ഇത്രയും മുകളിലേക്ക് ഒരു കിച്ചണിന്റെ ഒരു കബോർഡ് അടിക്കുന്നതിനോട് എനിക്ക് സപ്പോർട്ടില്ല. കാരണം ലാഡറൊക്കെ വെച്ച് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അധികം ആൾക്കാർ ചെയ്യാത്ത സംഭവമാണ്. അപ്പൊ ആ ഒരു സ്പേസിൽ ഒരു വിൻഡോ കൊടുക്കുന്നതിന് എന്തുകൊണ്ടും നന്നാവും. അതുപോലെ തന്നെ നമ്മളെ മുകളിലത്തെ കേബിളിൽ അടിഭാഗത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ വെക്കലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഇതുപോലെ ഇട്ട് വെക്കും. ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും നേരിട്ട് ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ലൈറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് വാള് പിന്നീട് പൊട്ടിക്കലോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. പിന്നെ അതുപോലെ തന്നെ ഹുഡ് ആൻഡ് ഹോബ് വരുന്ന സ്ഥലങ്ങളിൽ അതിന്റെ മുകളിലായിട്ട് ഈ കാണുന്ന പോലെ ഒരു എയർ ഹോളിനുള്ള അല്ലെങ്കിൽ ഫുഡിന് പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു പൈപ്പ് കൊടുക്കാനുള്ള ഒരു ഇത് സ്പേസ് കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഹോൾസ് അടിച്ചിട്ട് ഇതിലേക്ക് കൂടി പുറത്തു പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ വർക്ക് ഏരിയയിലുള്ള ഒരു ചെറിയൊരു വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോന്റെ മുകളിലേക്ക് കൂടി പുറത്തു പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് കൊടുത്തുള്ള ഒരു എക്സോസ്റ്റ് ഫാന് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മിനിമം ആയിട്ട് ഒരു വീട്ടിൽ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ കിച്ചൺ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തു പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി, ഇവിടെ അത്യാവശ്യം ചെതലിന്റെ ശല്യമുണ്ട്. ഈ കാണുന്നതൊക്കെ ചെതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചെതലുകൾ വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പ്ലൈവുഡ് പോലത്തത് വുഡ് കൊണ്ടുള്ളതൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് നല്ലത്. കഴിയുമെങ്കിൽ ഫോം ബോർഡ് അല്ലെങ്കിൽ WPC പോലത്തെയൊക്കെ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ആന്റി ടെർമേറ്റ് ആണ് എല്ലാ ആന്റിമാരും കൂടിയിട്ടുള്ളത്. അതായത് ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടെർമേറ്റ് പ്രൂഫാണ്, പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, പിന്നെ അതുപോലെ തന്നെ ഫയർ റിട്ടാർഡന്റ്, അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളതാണ് ഈ WPC അല്ലെങ്കിൽ ഫോം ബോർഡ് എന്ന് പറയുന്നത്. എല്ലാ ബ്രാൻഡും അല്ലെങ്കിലും മിക്കവാറും നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളിലൊക്കെ മിനിമം ആ ഒരു ഫയർ റിട്ടാർഡന്റ് മുതൽ ടെർമൈറ്റ് പ്രൂഫിംഗ് വരെയുള്ള ഒരു ക്വാളിറ്റികളൊക്കെ വരുന്നുണ്ട്. ഈ ചെതല് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ആമസോണിൽ നിന്ന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളൊരു കിച്ചൺ ചെയ്യുന്ന സമയത്തേക്ക് മിനിമം ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മിനിമലൈസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അഡീഷണൽ ആയിട്ട് വേണ്ട ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകേണ്ടവർക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതായാലും നമ്മളൊരു മിനിമം പറയുന്ന വീടുകൾക്കാണല്ലോ ഞാൻ ഇത്രയേറെ പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒപ്പം കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഈ വീഡിയോയുടെ വേണ്ടി പുതിയ വിഷയമായി വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.